കഴിഞ്ഞ വീഡിയോയിൽ വായിച്ചു നിർത്തിയെടുത്ത് നിന്ന് നമുക്ക് തുടരാം. നാം അവസാനം കണ്ടത് ബോൾവിൻ കുടുംബാംഗങ്ങളോട് സംസാരിക്കുന്നതാണ്. ബാങ്ക് നടത്തിയിരുന്ന ഗ്രഷാം പൈസ ദുർവിനിയോഗം ചെയ്തതിൻ്റെ ഫലമായിട്ട് ബാങ്ക് പൊട്ടിയിരിക്കുകയാണ്. നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ അദ്ദേഹം തനിക്കെതിരെ സാക്ഷി പറയേണ്ട ബോൾവിനോട് കോടതിയിൽ ഓർമ്മക്കുറവ് അഭിനയിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതിന് പ്രതിഫലമായിട്ട് പണം വാഗ്ദാനം ചെയ്തു എന്ന് ബോൾവിൻ ഇപ്പോൾ കുടുംബാംഗങ്ങളോട് വെളിപ്പെടുത്തുന്നു. അവിടം വരെയാണ് നമ്മൾ വായിച്ചു കഴിഞ്ഞത്. നമുക്ക് തുടരാം. ജോൺ ഫ്യൂരിയസ് എന്ന് വെച്ചാൽ ദേഷ്യത്തോടെ, ഓഫർഡ് യു മണി ഡാഡ്? ബോൾവിൻ സിംപ്ലി മീൻസ് ഒരു വളരെ സാധാരണമായ രീതിയിൽ ഒട്ടും ആശ്ചര്യം കാണിക്കാതെ, യെസ്, $100,000. Evie, what? Baldwin, I've got only a few years to live, but I'll live those as I lived the rest of my life. I'll go to my grave clean. എനിക്കിനി ഏതാനും വർഷങ്ങൾ കൂടിയേ ആയുസുള്ളൂ. ആ അവശേഷിക്കുന്ന വർഷങ്ങൾ ഞാൻ ഇതുവരെ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ ജീവിക്കും. I'll go to my grave clean. ഗ്രേവ് മീൻസ് ശവകുടീരം. അപ്പോൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? മരണം വരെ ഞാൻ ക്ലീൻ ആയിരിക്കും. റോബർട്ട് ബോൾവിൻ, he put it aside for me without anybody knowing it. ആരും അറിയാതെ അദ്ദേഹം എനിക്ക് വേണ്ടി ആ പൈസ മാറ്റിവെച്ചു. ഇറ്റ്സ് ഔട്ട് ഓഫ് ഹിസ് പ്രൈവറ്റ് ഫോർച്യൂൺ, ഹി സേസ്. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സമ്പാദ്യമാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ ഡെപ്പോസിറ്റേഴ്സ് മണി. നിക്ഷേപകരുടെ പൈസയല്ല. ആസ് ഇഫ് ദാറ്റ് മെയ്ഡ് എനി ഡിഫറൻസ്. എന്ന് വെച്ചാൽ അത് ഏത് വകുപ്പിൽപ്പെട്ടതാണെങ്കിലും എന്നെ സംബന്ധിച്ചോളം രണ്ടും ഒരുപോലെ തന്നെയാണ്. എവി ആസ് ഇഫ് ഹിപ്നോട്ടൈസ്ഡ് എന്ന് വെച്ചാൽ അതീവ ആശ്ചര്യം പ്രകടിപ്പിച്ചുകൊണ്ട്, ഹി ഓഫർഡ് യു $100,000? ബോൾവിൻ സ്മൈലിംഗ് അറ്റ് ഹെർ അമേസ്മെൻറ്റ്, അവരുടെ ആ ആശ്ചര്യം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട്, ഐ കുഡ് ഹാവ് ഹാഡ് ഇറ്റ് ഫോർ ദ വൺ വേർഡ് യെസ്, ഓർ ഈവൻ ഫോർ നോഡിങ് മൈ ഹെഡ്, ഓർ എ ലുക്ക് ഓഫ് ദി ഐസ്. എനിക്ക് കേവലം യെസ് എന്നൊരു വാക്ക് കൊണ്ട് ആ പൈസ സ്വന്തമാക്കാമായിരുന്നു. അല്ലെങ്കിൽ ചുമ്മാ ഒന്ന് തലയാട്ടിയാൽ മതിയായിരുന്നു. ഇനി അതുമല്ലെങ്കിൽ കണ്ണുകൊണ്ട് ഒരു സമ്മതമാണെന്ന് കാണിച്ചാൽ മതിയാകുമായിരുന്നു. ജോൺ, ഹൗ ഡു യു നോ ഹി മെൻറ്റ് ഇറ്റ്? ഇയാളിത് ശരിക്കും തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നെങ്ങനെ അറിയാം? ബോൾവിൻ, ഹിസ് വേർഡ് ഇസ് ഗുഡ്. എന്ന് വെച്ചാൽ അയാളെ വിശ്വസിക്കാം. ജോൺ, ഈവൻ നൗ? ബോൾവിൻ, ഹി നെവർ ലൈഡ് ടു മീ ജോൺ. അയാൾ എന്നോട് ഒരിക്കലും നുണ പറഞ്ഞിട്ടില്ല. I suppose my eyes must have shown something I didn't feel. He noticed it. He unlocked a drawer and showed me the 100,000. ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കാത്ത എന്തോ ഒന്ന് എൻ്റെ കണ്ണുകളിൽ അദ്ദേഹം കണ്ടു. ഹി നോട്ടിസ്ഡ് ഇറ്റ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഹി അൺലോക്ക്ഡ് എ ഡ്രോയർ ആൻഡ് ഷോഡ് മീ ദ 100,000. ഒരു ഡ്രോയർ തുറന്നിട്ട് ആ $100,000 എന്നെ യഥാർത്ഥത്തിൽ കാണിച്ചു. ആ $100,000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100,000 മീൻസ് $1 lakh. $1 lakh എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 75 ലക്ഷം രൂപയോളം വരും. ഓക്കെ. ജോൺ, ഇൻ ക്യാഷ്? ബോൾവിൻ, in $1,000 bills. They were genuine. I examined them. അപ്പോൾ $1,000 നോട്ടുകളായിട്ട്, അതായത് അതിന് $1,000 നോട്ടുകളായിട്ട് ആണ് പൈസ വെച്ചിരുന്നത്. ഞാനത് പരിശോധിച്ച് നോക്കി, അതൊക്കെ ഒറിജിനലായിരുന്നു. എവി സ്ലോലി, ആൻഡ് ഫോർ ദാറ്റ് ഹി വാണ്ട്സ് യു ടു സേ ഐ ഡോണ്ട് റിമെമ്പർ? Baldwin, smiling, just that, 3 words only. John, but you won't? Baldwin,
shaking his head. Those 3 words would choke me if I tried to speak them. For some other man, perhaps it would be easy. But for me, all of my past would rise up and strike me in the face. It would mean to the world that for years I had been living a lie, that I was not the honorable man I thought I was. When John Grisham offered me money, I was angry. But when I rejected it and he showed no surprise, then I was pleased. It was a compliment. Don't you think so? അപ്പോൾ അച്ഛനത് പറയില്ലേ എന്ന് മകൻ ചോദിച്ചപ്പോൾ ജോൺ ദീർഘമായൊരു മറുപടി കൊടുക്കുന്നു. ആ 3 വാക്കുകൾ, ഏത് 3 വാക്കുകൾ? ഐ ഡോണ്ട് റിമെമ്പർ എന്ന 3 വാക്കുകൾ എന്നെ ശ്വാസം മുട്ടിക്കും ഞാനത് പറയാൻ ശ്രമിച്ചാൽ. വേറെ ആരെങ്കിലും ആയിരുന്നു എൻ്റെ സ്ഥാനത്തെങ്കിൽ ഒരുപക്ഷെ അത് വളരെ ഈസി ആയിട്ട് പറഞ്ഞേനെ. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഓൾ ഓഫ് മൈ പാസ്റ്റ് വുഡ് റൈസ് അപ്പ് ആൻഡ് സ്ട്രൈക്ക് മീ ഇൻ ദ ഫേസ്. എൻ്റെ കഴിഞ്ഞകാല ചരിത്രം മുഴുവൻ എഴുന്നേറ്റ് നിന്ന് എന്നെ മുഖത്തടിക്കും. It would mean to the world that for years I had been living a lie. ഈ കഴിഞ്ഞ കാലമത്രയും ഞാനൊരു കപട മുഖമാണ് കാണിച്ചിരുന്നത് എന്ന് വരും. That I was not the honorable man I thought I was. ഞാൻ വിചാരിച്ചിരുന്നത് പോലെ ഒരു ആദരണീയനായ മനുഷ്യനൊന്നും അല്ല ഞാനെന്ന് വരും. When John Grisham offered me money, I was angry. ഇയാൾ എനിക്ക് പൈസ വെച്ച് നീട്ടിയപ്പോൾ എനിക്ക് ദേഷ്യമാണ് തോന്നിയത്. ഞാനത് നിരസിക്കുകയും എന്നാൽ അതിൽ ഇദ്ദേഹം യാതൊരു സർപ്രൈസും കാണിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഐ വാസ് പ്ലീസ്ഡ്. എനിക്ക് സന്തോഷം തോന്നി. ഇറ്റ് വാസ് എ കോംപ്ലിമെൻറ്റ്. ഡോണ്ട് യു തിങ്ക് സോ? അത് ശരിക്കും ഒരു കോംപ്ലിമെൻ്റ് ആയിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ ആൻ എക്സ്പ്രഷൻ ഓഫ് പ്രൈസ്, ഒരു പ്രശംസ. അപ്പോൾ അദ്ദേഹം എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ പ്രതികരണത്തിൽ ആശ്ചര്യം പ്രകടിപ്പിക്കാതിരുന്നത് ഒരു പ്രശംസയായിട്ടാണ് ബോൾവിൻ എടുത്തിരിക്കുന്നത്. ജോൺ, എ കോംപ്ലിമെൻറ്റ് വിച്ച് കോസ്റ്റ് യു $100,000. അതെ, കോംപ്ലിമെൻറ്റ് തന്നെ. പക്ഷേ അച്ഛൻ അതിന് വില കൊടുക്കേണ്ടി വരുന്നതോ $100,000. $100,000 നഷ്ടമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കോംപ്ലിമെൻറ്റ് സ്വന്തമാക്കിയിരിക്കുന്നതെന്നാണ് ജോണിൻ്റെ കമൻറ്റ്. മാർത്ത, ആഫ്റ്റർ എ പോസ്, വിൽ ദ ഡിപ്പോസിറ്റേഴ്സ് ലൂസ് മച്ച്, റോബർട്ട്? നിക്ഷേപകർക്ക് ഒത്തിരി നഷ്ടം വരുമോ? ബോൾവിൻ എംഫാറ്റിക്കലി എന്ന് പറഞ്ഞാൽ വളരെ തറപ്പിച്ച് പറയാൻ, ദ ഡിപ്പോസിറ്റേഴ്സ് വിൽ നോട്ട് ലൂസ് എ സെൻറ്റ്. നിക്ഷേപകർക്ക് ഒരു നയ പൈസ പോലും നഷ്ടമാവില്ല. ഹെവി സർപ്രൈസ്ഡ്. ബട്ട് ദ പേപ്പേഴ്സ് സെഡ്, ബോൾവിൻ ഇൻറ്ററപ്റ്റിങ്. അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയുന്നു. ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കയറി പറയുന്നു. ദേ ഹാഡ് ടു പ്രിൻറ്റ് സംതിങ്, ദേ ഗെസ്റ്റ്. ഐ നോ, ഐ ടെൽ യു. പത്രക്കാർക്ക് എന്തെങ്കിലുമൊക്കെ അച്ചടിച്ച് വിടണം, അതിനുവേണ്ടി അവർ ഓരോന്നൊക്കെ ഊഹിച്ചു. മാർത്ത, ബട്ട് യു നെവർ സെഡ് സോ ബിഫോർ. പക്ഷേ താങ്കൾ ഇത് നേരത്തെ പറഞ്ഞിരുന്നില്ലല്ലോ. ബോൾവിൻ, ഐ ലെഫ്റ്റ് ദാറ്റ് ഫോർ ഗ്രഷാം. ഇറ്റ് വിൽ കം ഔട്ട് ടുമോറോ. ഗ്രഷാം അതൊക്കെ പറയട്ടെ എന്ന് ഞാൻ കരുതി. നാളെ അതെല്ലാം പുറത്തു വരും. ജോൺ, വൈ ടുമോറോ? വൈ ഡിഡ്ന്റ് യു സേ സോ ബിഫോർ? ദ പേപ്പേഴ്സ് ആസ്ക്ഡ് യു ഓഫൻ ഇനഫ്. എന്തിനാണ് നാളത്തേക്ക് വയ്ക്കുന്നത്? എന്തുകൊണ്ട് അച്ഛൻ ഇത് നേരത്തെ പറഞ്ഞിരുന്നില്ല? പത്രക്കാർ എത്ര പ്രാവശ്യം അച്ഛനോട് ചോദിച്ചതാണ്. ബോൾവിൻ, നത്തിങ് ഫോഴ്സ് മീ ടു ആൻസർ ജോൺ. എനിക്ക് അത് പറയണമെന്ന് തോന്നിയില്ല. ദർ ഇസ് എ പോസ്. ജോൺ, ദേ ആർ ഗോയിങ് ടു പണിഷ് ഗ്രഷാം, ആരൻ ദേ? അവർ ഗ്രഷാമിനെ ശിക്ഷിക്കാൻ പോവുകയാണ് അല്ലേ? ഐ എം അഫ്രെയ്ഡ് സോ. എന്നുവെച്ചാൽ അതെ, അങ്ങനെയാണ്. അത് എനിക്ക് അതിൽ ഖേദമുണ്ട്. ജോൺ, വാട്ട് ഫോർ? ബോൾവിൻ, മിസ്അപ്രോപ്രിയേറ്റിംഗ് ദ ഫണ്ട്സ് ഓഫ് ദി. മിസ്അപ്രോപ്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ദുർവിനിയോഗം ചെയ്യുക. ജോൺ ഇൻറ്ററപ്റ്റിംഗ്, ഓ ഐ നോ ദാറ്റ്, ബട്ട് വാട്ട് ക്രൈം ഹാസ് ഹി കമ്മിറ്റഡ്? പക്ഷേ അദ്ദേഹം ശരിക്കും എന്ത് കുറ്റമാണ് ചെയ്തിരിക്കുന്നത്? ബോൾവിൻ, ദാറ്റ്സ് എ ക്രൈം ജോൺ. എവി, ബട്ട് ഇഫ് നോ ബഡി ലൂസസ് എനിത്തിങ് ബൈ ഇറ്റ്. പക്ഷേ ആർക്കും ഒരു നഷ്ടവും വരുന്നില്ലെങ്കിലോ? ബോൾവിൻ, ഇറ്റ്സ് എ ക്രൈം നെവർദലെസ്. അങ്ങനെയാണെങ്കിൽ പോലും അതൊരു ക്രൈം തന്നെയാണ്. ജോൺ, they are going to punish him for it. Baldwin, they can't let him go, John. He is too conspicuous. Conspicuous means attracting attention.
അതായത് ഇപ്പോൾ അദ്ദേഹം എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ജോൺ, ഡു യു തിങ്ക് ദാറ്റ്സ് റൈറ്റ് ഗവർണർ? ബോൾവിൻ, മൈ ഒപ്പീനിയൻ ഡസൻറ്റ് മാറ്റർ ജോൺ. എൻ്റെ അഭിപ്രായത്തിന് ഈ കാര്യത്തിൽ പ്രസക്തിയില്ല. ജോൺ, ബട്ട് വട്ട് ഡു യു തിങ്ക്? ബോൾവിൻ, I think I am sorry for John Grisham. Terribly sorry. എനിക്ക് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ദുഃഖമുണ്ട്, ഖേദമുണ്ട്. ജോൺ സ്ലോലി, ഇറ്റ്സ് നത്തിങ് ബട്ട് എ ടെക്നിക്കാലിറ്റി ഡാഡ്. Nobody loses a cent. It's rather hard on Grisham, I say. ശരിക്കും ഇതൊരു ടെക്നിക്കൽ പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ, ആർക്കും നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. ശരിക്കും ഗ്രഷാമിൻ്റെ കാര്യം കുറച്ച് കഷ്ടമായിപ്പോയി. ബോൾവിൻ, ആഫ്റ്റർ എ പോസ്, യെസ് ജോൺ. എവി ടിമിഡ്ലിയുടെ അർത്ഥം ഓർക്കുന്നുണ്ടാവും, ഒരു സങ്കോചത്തോടെ, അല്പം മടിയോട്. വുഡ് ഇറ്റ് ബി സച്ച് എൻ ഓഫുൾ തിങ് ഫാദർ ഇഫ് യു ലെറ്റ് ഹിം ഓഫ്? അയാളെ രക്ഷപ്പെടാനായിട്ട് സഹായിച്ചാൽ അതത്ര മോശപ്പെട്ടൊരു കാര്യമായിരിക്കുമോ? ബോൾവിൻ, സ്മൈലിംഗ്, ഐ വിഷ് ഐ കുഡ് ഡേവി, ബട്ട് ഐ എം നോട്ട് ദ ജഡ്ജ്. എനിക്കതിന് കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാനും ആഗ്രഹിക്കുന്നു, പക്ഷേ ജഡ്ജ് ഞാനല്ലല്ലോ. ഹെവി, നോ, ബട്ട് വാട്ട്? യു ആർ ദി ഓൺലി വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിം. അച്ഛനല്ലേ അയാൾക്കെതിരെയുള്ള ഏക സാക്ഷി. ബോൾവിൻ, നോൺ പ്ലസ് മീൻസ് അമേസ്ഡ്, വല്ലാത്തൊരു ആശ്ചര്യം പ്രകടിപ്പിച്ചുകൊണ്ട്. എവി, ജോൺ, ഷീ ഈസ് റൈറ്റ് ഗവർണർ. അപ്പോൾ മകനും ഈ അനിയത്തീനെ സപ്പോർട്ട് ചെയ്യാൻ. ബോൾവിൻ, യു ടു ജോൺ, നീയും അങ്ങനെ തന്നെയാണോ ചിന്തിക്കുന്നത്? ജോൺ, it's going to be a nasty mess if you put John Grisham in jail with your own son named after him. It's going to be pleasant for me. John Grisham Baldwin. ഗ്രഷാമിനെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ അത് വളരെ മോശം സ്ഥിതിയാവും. അച്ഛൻ്റെ മോൻ്റെ പേര് തന്നെ നോക്ക്, എന്താണ് എൻ്റെ പേര്? ജോൺ ഗ്രഷാം ബോൾവിൻ. മാർത്ത, ആഫ്റ്റർ എ പോസ്, Robert, I'm not sure I understand what you said before. What did Mr. Grisham want you to do for him? താങ്കൾ കുറച്ച് മുമ്പ് പറഞ്ഞത് എനിക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായില്ല. ശരിക്കും ഗ്രഷാം എന്ത് ചെയ്യാനാണ് താങ്കളോട് ആവശ്യപ്പെട്ടത്? ബോൾവിൻ, ഗെറ്റ് ഹിം ഓഫ് ടുമോറോ, നാളെ അയാളെ രക്ഷപ്പെടുത്തുക. ബോൾവിൻ, യു കുഡ് ഡു ദാറ്റ്? താങ്കൾക്കത് ചെയ്യാൻ പറ്റും? Yes. How? By answering I don't remember when they ask me dangerous questions. അവർ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഐ ഡോണ്ട് റിമെമ്പർ എന്ന് മറുപടി കൊടുത്താൽ എനിക്ക് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും. മാർത്ത, ഓ, and you do remember? Baldwin, yes, nearly everything. John, no matter what they ask you, എന്തു തന്നെ ചോദിച്ചാലും എല്ലാം ഓർമ്മയുണ്ടാവുമോ? I can always refresh my memory. You see, I have notes. എനിക്ക് നോട്ട്സ് ഉണ്ട്. John, but without those notes you wouldn't remember? ആ നോട്ട്സ് ഇല്ല എങ്കിൽ ഓർക്കാൻ പറ്റില്ല. Baldwin, what do you mean, John? John, without answering, ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ, as a matter of fact, you will have to rely on your notes nearly altogether, won't you? വാസ്തവത്തിൽ പൂർണ്ണമായിട്ടും അച്ഛനെ നോട്ടുകളെ ആശ്രയിക്കേണ്ടതായിട്ട് വരും, ശരിയല്ലേ? ബോൾവിൻ, എവ്രിബഡി എൽസ് ഡസ് ദ സെയിം തിങ്. എല്ലാവരും അങ്ങനെയാണ് ചെയ്യുക. ജോൺ, then it won't be far from truth if you say I don't remember. അങ്ങനെയാണെന്ന് വരികിൽ ഐ ഡോണ്ട് റിമെമ്പർ എന്ന് അച്ഛൻ കോടതിയിൽ പറഞ്ഞാൽ അത് സത്യവിരുദ്ധമാവില്ല. മാർത്ത, ഐ ഡോണ്ട് സീ ദാറ്റ് മിസ്റ്റർ ഗ്രഷാം ഈസ് ആസ്കിങ് സോ മച്ച് ഓഫ് യു. ഗ്രഷാം ചോദിക്കുന്നത്
വളരെ ഓവറാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ബോൾബിൻ. മാർത്ത, റോബർട്ട്, ഐ ആം ആസ് ഓണറബിൾ ആസ് യു ആർ. താങ്കളെപ്പോലെ തന്നെ ആദരണീയയായ ഒരാളാണ് ഞാനും. ദാറ്റ് ഗോസ് വിതൗട്ട് സേയിങ് മാർത്ത. അത് പിന്നെ പറയേണ്ടതുണ്ടോ മാർത്ത? It doesn't seem right to me to send an old friend to jail. As he speaks, she holds up her hand. അപ്പോൾ ഒരു പഴയകാല സുഹൃത്തിനെ ജയിലിലേക്ക് വിടുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് കേട്ടപ്പോഴേ ബോൾബിൻ എന്തോ പറയാനായിട്ട് മുന്നോട്ട് വരുന്നു, പക്ഷേ അവൾ തടയുന്നു. Now don't interrupt me. I've been thinking. ഞാൻ ചിന്തിക്കുകയായിരുന്നു. The day John was baptized, when Mr. Gresham stood sponsor for him, how proud we were. And when we came home from the church, you said, do you remember what you said, Robert? അപ്പോൾ ജോൺ, അതായത് നമ്മുടെ മോൻ മാമോദിസ മുങ്ങിയ ദിവസം ഞാൻ ഓർക്കുകയാണ്. മിസ്റ്റർ ഗ്രഷാം തലതൊട്ടപ്പനായിട്ടൊക്കെ നിന്ന ആ സമയത്ത് നമുക്ക് എത്രത്തോളം അഭിമാനമാണ് തോന്നിയത്. ആ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ താങ്കൾ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് ഓർക്കുന്നുണ്ടോ ബോൾബിൻ? നോ, വാട്ട് വാസ് ഇറ്റ്? മാർത്ത, യു സെഡ്, മാർത്ത, may our son always live up to the name which we have given him. Do you remember that? എന്താണ് പറഞ്ഞത്? നമ്മുടെ മകൻ നമ്മൾ അവന് കൊടുത്ത പേരിന് കാരണക്കാരനായവനെ പോലെ മിടുക്കനായി തീരട്ടെ എന്നാണ് അന്ന് റോബർട്ട് പറഞ്ഞത്. ഡു യു റിമെമ്പർ ദാറ്റ് ബോൾബിൻ? യെസ്, ഡിംലി, ചെറുതായിട്ട്. ജോൺ, ഓൺലി ഡിംലി ഗവർണർ? ഓ, ചെറുതായിട്ട് ഓർക്കാൻ പറ്റുന്നുള്ളൂ അച്ചോ. ബോൾബിൻ, what do you mean, John? Martha, giving John no opportunity to answer. അതിന് മറുപടി കൊടുക്കാൻ അവസരം കൊടുക്കാതെ, it would be sad, very sad, if the name of John Gresham, our son's name, should come to grief through you, Robert. അപ്പോൾ നമ്മുടെ ഈ ജോൺ ഗ്രഷാം എന്ന പേര്, അതായത് നമ്മുടെ മകൻ്റെ പേര്, താങ്കൾ മുഖാന്തരം ആ പേര് നിന്ദിക്കപ്പെടാൻ ഇടയായാൽ അത് വളരെ ദുഃഖകരമായിരിക്കും. ബോൾബിൻ, ആഫ്റ്റർ എ പോസ്, മാർത്ത, ആർ യു ടെല്ലിംഗ് മീ ടു അക്സെപ്റ്റ് ദ ബ്രൈബ് മണി ദാറ്റ് ജോൺ ഗ്രഷാം ഓഫേർഡ് മീ? ഗ്രഷാം വാഗ്ദാനം ചെയ്ത കൈക്കൂലി ഞാൻ സ്വീകരിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എബി, വൈ ഡു യു കോൾ ഇറ്റ് ബ്രൈബ് മണി ഫാദർ? അച്ഛൻ എന്തിനാണ് ഇതിനെ കൈക്കൂലി എന്ന് വിളിക്കുന്നത്? ബോൾബിൻ, ബിറ്റർലി, വളരെ കയ്പോടുകൂടി, വൈ ഇൻഡീഡ്? Gresham had a prettier name for it. He said that he had underpaid me all these years. You know, I was getting only $60 a week when the crash came. തീർച്ചയായിട്ടും ഇത് അങ്ങനെ തന്നെയാണ്. എന്നാൽ ഗ്രഷാമിന് അതിന് കൊടുക്കാൻ വേറൊരു പേരുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഈ കാലമത്രയും എനിക്ക് തരേണ്ടിയിരുന്ന ശമ്പളം തന്നിരുന്നില്ല. നിങ്ങൾക്കറിയാലോ, എനിക്ക് ആഴ്ചയിൽ $60 മാത്രമാണ് കിട്ടിയിരുന്നത്. ജോൺ ഇംപേഷ്യൻ്റ്ലി, യെസ് യെസ്. അപ്പോൾ തുടർന്ന് കേൾക്കാനുള്ള താല്പര്യത്തോടു കൂടിയാണ് ജോൺ ചോദിക്കുന്നത്. ബോൾബിൻ, he said 100,000 represented the difference between what he had paid me and what I had actually been worth to him. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ അദ്ദേഹം വെച്ച് നീട്ടുന്ന ഈ $100,000 അദ്ദേഹം എനിക്ക് യഥാർത്ഥത്തിൽ നൽകിയ ശമ്പളവും എന്നാൽ യഥാർത്ഥത്തിൽ എനിക്ക് തരേണ്ടിയിരുന്ന ശമ്പളവും തമ്മിലുള്ള ആ വ്യത്യാസത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന്. നിങ്ങൾക്കത് മനസ്സിലായോ? ബോൾബിന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ശമ്പളം നൽകേണ്ടതായിരുന്നു. പക്ഷേ അത് കൊടുത്തിരുന്നില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ്, യഥാർത്ഥത്തിൽ കൊടുത്ത തുകയും എന്നാൽ കൊടുക്കേണ്ടിയിരുന്ന തുകയും തമ്മിലുള്ള ഡിഫറൻസാണ് ഈ $100,000 എന്നാണ്
ഗ്രഷാം വിശദീകരിച്ചത്. മാർത്ത, ദാറ്റ്സ് നോ ലെസ് ദൻ ട്രൂ റോബർട്ട്. അത് വാസ്തവമല്ലേ? യു ഹവ് വർക്ക്ഡ് ഫോർ ഹിം വെരി ഫെയ്ത്ത്ഫുള്ളി. താങ്കൾ അദ്ദേഹത്തിനു വേണ്ടി വളരെ വിശ്വസ്തയോടുകൂടി ജോലികൾ ചെയ്തതാണ്. ബോൾവിൻ, he said that if he had paid me what he should have, I would have put by more than 100,000 by now. യഥാർത്ഥത്തിൽ അദ്ദേഹം എനിക്ക് തന്നിരുന്നുവെങ്കിൽ ഇതിനോടകം എനിക്ക് ഈ $100,000 കൂടുതൽ തുക സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ജോൺ, ദാറ്റ് സോ ഇസ്ൻ്റ് ഇറ്റ് ഡാഡ്? അതൊക്കെ ശരിയല്ലേ ഡാഡ്? ഹൂ നോസ്? I never asked him to raise my salary. When he raised it, it was of his own accord. ഞാൻ ഒരിക്കൽ പോലും എൻ്റെ സാലറി വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടില്ല. ഒരിക്കൽ അദ്ദേഹം അത് ചെയ്തപ്പോൾ അത് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് ചെയ്തതുമാണ്. ഹി ലുക്സ് അറൗണ്ട്, എല്ലാവരേക്കും നോക്കുന്നു. വെൽ, വട്ട് ഡു യു തിങ്ക് ഓഫ് ഇറ്റ് എബി? മോളെ, നിനക്ക് ഇതേക്കുറിച്ച് എന്താ തോന്നുന്നത്? എബി ഹെസിറ്റൻ്റ്ലി, അല്പം മടിയോടെ. If you go on the stand tomorrow, yes, and they put John Grisham in jail, what will people say? അച്ഛൻ നാളെ കോടതിയിൽ സാക്ഷി പറയാൻ പോവുകയും അതിനെ തുടർന്ന് ഗ്രഷാമിനെ പിടിച്ച് ജയിലിലിടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ എന്തു പറയും? ബോൾവൻ, they will say I have done my duty. ഞാൻ എൻ്റെ കടമ ചെയ്തു എന്ന് ആളുകൾ പറയും. എബി, when they find out that they haven't lost any money, when John Grisham tells them that he will pay back every cent, then they won't want him to go to jail. They'll feel sorry for him. ആളുകൾക്ക് പൈസയൊന്നും നഷ്ടപ്പെട്ടില്ല എന്ന വസ്തുത അവർക്ക് ബോധ്യമാകുമ്പോൾ, അതുപോലെ അവർക്ക് കിട്ടാനുള്ള പൈസ മുഴുവൻ ജോൺ ഗ്രഷാം തിരിച്ചു കൊടുക്കുമെന്ന് ജോൺ പറയുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് അദ്ദേഹത്തോട് സഹതാപമായിരിക്കും തോന്നുക. ആ വ്യക്തി ജയിലിൽ പോകണമെന്ന് അവർ ആഗ്രഹിക്കില്ല. ബോൾവിൻ, യെസ്, ഐ ബിലീവ് ദാറ്റ്, ഐ ഹോപ്പ് സോ. അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ജോൺ, ആൻഡ് ദേ വോണ്ട് ഫീൽ ടു കൈൻഡ്ലി ഡിസ്പോസ്ഡ് ടുവേർഡ്സ് ദ മാൻ ഹൂ ഹെൽപ്സ് പുട്ട് ഹിം ഇൻ ജയിൽ. അദ്ദേഹത്തെ ജയിലിൽ വിടാനായിട്ട് സഹായിക്കുന്ന ആ മനുഷ്യനോട് ആളുകൾക്ക് വലിയ ദയൊന്നും തോന്നാൻ പോകുന്നില്ല. മാർത്ത, they will say you went back on an old friend, Robert. ആളുകൾ പറയും താങ്കൾ ഒരു പഴയകാല സുഹൃത്തിനെ തള്ളിപ്പറഞ്ഞു എന്ന്. ജോൺ, when you pull out your notes in court to be sure of sending him to jail, he breaks off with a snort. ആ വാചകം പൂർത്തീകരിക്കുന്നില്ല. ഹെവി, ആൻഡ് മിസ്റ്റർ ഗ്രഷാം ഹാസൻറ്റ് ഡൺ എനിത്തിങ് റിയലി റോങ്. മാത്രമല്ല, ഗ്രഷാം യഥാർത്ഥത്തിൽ കാര്യമായ തെറ്റൊന്നും ചെയ്തിട്ടുമില്ല. ജോൺ, ഇറ്റ്സ് എ ടെക്നിക്കാലിറ്റി, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. നോബഡി ലൂസസ് എ സെൻറ്റ്, നോബഡി വാണ്ട്സ് ടു സീ ഹിം പണിഷ്ഡ്. ഇത് ഇവിടെ സംഭവിച്ചതൊരു ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണ്. ആർക്കും ഒരു പൈസയും നഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ആരും അദ്ദേഹം ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. എബി, എക്സെപ്റ്റ് യു ഫാദർ. അച്ഛൻ മാത്രമാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്, അച്ഛനൊഴികെ. ജോൺ, യെസ്, ആൻഡ് യു ആർ വില്ലിംഗ് ടു ജയിൽ ദ മാൻ ആഫ്റ്റർ ഹൂം യു നെയിംഡ് യുവർ സൺ. മാത്രമല്ല, അച്ഛൻ്റെ മകന് പേരിന് കാരണക്കാരനായിരിക്കുന്ന ആ മനുഷ്യനെ പിടിച്ച് ജയിലിലിടാൻ അച്ഛൻ റെഡിയാണത്രേ. മാർത്ത, ആഫ്റ്റർ എ പോസ്, ഐ ബിലീവ് ഇൻ ബീയിങ് മേഴ്സിഫുൾ, റോബർട്ട്. മേഴ്സിഫുൾ? മാർത്ത, മിസ്റ്റർ ഗ്രഷാം ഹാസ് ഓൾവേസ് ബീൻ വെരി ഗുഡ് ടു യു. അപ്പോൾ ദയ കാണിക്കുന്നതിലാണ് എനിക്ക് വിശ്വാസം എന്ന് മാർത്ത പറയുന്നു. ആ മനുഷ്യൻ, അതായത് ഗ്രഷാം, താങ്കളോട് എക്കാലവും നന്മയെ കാട്ടിയിട്ടുള്ളൂ. There is another pause. Curiously enough, they do not seem to be able to meet each other's eyes. വീണ്ടും ഒരു നിശബ്ദത. വിചിത്രമെന്ന് പറയട്ടെ, ആർക്കും ആരുടെയും കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയുന്നില്ല. നേരെ നോക്കുന്നില്ല ആരും.
എന്തായിരിക്കാം അതിൻ്റെ അർത്ഥം? എന്തെങ്കിലും ഒരു കള്ളമുള്ളപ്പോഴല്ലേ നമുക്ക് മനുഷ്യരുടെ നേരെ നോക്കി സംസാരിക്കാൻ മടി തോന്നുക. മാർത്ത, well, what are you going to do now, Robert? Baldwin, what do you mean? You've been out of work since the bank closed. ബാങ്ക് പൂട്ടിയ സമയം മുതൽ താങ്കൾ ജോലിയില്ലാതിരിക്കുമല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ബോൾവിൻ ഷ്രഗിങ് ഹിസ് ഷോൾഡേഴ്സ്, I'll find a position. ഞാൻ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കും. ജോൺ, if Gresham doesn't go to jail, he'll start in business again, won't he? ഗ്രഷാം ജയിലിൽ പോകുന്നില്ലെങ്കിൽ അദ്ദേഹം ബിസിനസ് പുനരാരംഭിക്കും. ആൻഡ് he can't offer you anything less than a partnership. അങ്ങനെ വരുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പിൽ കുറഞ്ഞതൊന്നുമായിരിക്കില്ല അദ്ദേഹം അച്ഛന് തരിക. ബോൾവിൻ, a partnership? John, with meaning. With the 100,000 capital you could put in the business, Dad. ആ ബിസിനസ്സിലേക്ക് അച്ഛന് മൂലധനമായിട്ട് കൊടുക്കാൻ പറ്റുന്ന $100,000 ഇല്ലേ, അപ്പോൾ പിന്നെ അച്ഛനെ പാർട്ട്ണറാക്കുന്നതിൽ എന്താ തടസ്സം? ബോൾവിൻ, John, of course, the capital doesn't matter. He will owe you quite a debt of gratitude besides. ഇനി ക്യാപിറ്റലിൻ്റെ കാര്യം പോട്ടെ, അത് മാറ്റിവെച്ചാൽ തന്നെ നന്ദിയുടെ വലിയൊരു കടം അദ്ദേഹത്തിനുണ്ടാവില്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് നന്ദി, കൃതജ്ഞത. അപ്പോൾ അച്ഛനോട് അദ്ദേഹത്തിന് വലിയൊരു കടപ്പാടുണ്ടാവില്ലേ? ദെർ ഇസ് എ പോസ്. വീണ്ടും നിശബ്ദത. മാർത്ത, 100,000 would mean a great deal to us, Robert. If you don't find a position soon, John will have to support us. 100,000 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചോളം വളരെ വലിയൊരു എമൗണ്ടാണ്. എന്നാൽ ഇപ്പോൾ താങ്കൾ ഉടനെ തന്നെ വേറൊരു ജോലി കണ്ടെത്തുന്നില്ലെങ്കിൽ നമുക്ക് ജോണിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. വിൽ ഫൈൻഡ് എ പൊസിഷൻ മീൻസ് ജോലി കണ്ടെത്തുക. ജോൺ, on $30 a week, Dad, that won't go very far. എനിക്കിപ്പോൾ കിട്ടുന്നത് വെറും $30 ഒരാഴ്ചയിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം കാലമൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. മാർത്ത, ഇറ്റ്സ് നോട്ട് ഫെയർ ടു ജോൺ. മാത്രമല്ല അത് നമ്മൾ ജോണിനോട് കാണിക്കുന്ന ഒരു അന്യായം കൂടിയാവും. ജോൺ ആംഗ്രിലി, ഡോണ്ട് ബോദർ അബൌട്ട് മീ. എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. എബി ബിഗിൻസ് ടു വീപ്പ്. ലുക്ക് ഹിയർ ഗവർണർ, ഇത് ജോൺ തന്നെയാണ് പറയുന്നത്. യു ഹവ് സെഡ് നത്തിങ് ടു ദ പേപ്പേഴ്സ്. If you say nothing more tomorrow, what does it amount to but sticking to your friend? അപ്പോൾ അച്ഛൻ ഇതുവരെ പത്രക്കാരോടൊന്നും പറഞ്ഞിട്ടില്ല. ഇനി നാളെ കോടതിയിൽ യാതൊന്നും പറയുന്നില്ല എന്ന് വരികിൽ ഇത് എൻ്റെ അർത്ഥം എന്തായിരിക്കും? ഒരു സുഹൃത്തിനോട് പറ്റി നിൽക്കുന്നു എന്നല്ലേ വരുള്ളൂ. ഇറ്റ്സ് ദ സ്ക്വയർ തിങ് ടു ഡു. ഹി വുഡ് ഡു ആസ് മച്ച് ഫോർ യു. അതാണ് ചെയ്യേണ്ട ശരിയായ കാര്യം. ഇറ്റ്സ് ദ സ്ക്വയർ തിങ് ടു ഡു മീൻസ് ദ റൈറ്റ് തിങ് ടു ഡു ആൻഡ് ഹി വുഡ് ഡു ആസ് മച്ച് ഫോർ യു. അദ്ദേഹം അച്ഛന് തിരികെ എന്തെങ്കിലും ഉപകാരം ചെയ്യുകയും ചെയ്യും. ബോൾവിൻ ലുക്സ് അപ്പീലിംഗ്ലി ഫ്രം വൺ ഫേസ് ടു അനദർ. ദേ ആർ അവേർട്ടഡ്. അപ്പോൾ ഇപ്പോൾ ആരും അദ്ദേഹത്തിൻ്റെ മനസ്സിനിണങ്ങിയ വിധത്തിലൊന്നും പ്രതികരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം വളരെ ഒരു മാനസിക സംഘർഷം അനുഭവിക്കുന്നു. ആരെങ്കിലും തൻ്റെ ചിന്തയ്ക്ക് അനുരൂപമായിട്ട് എന്തെങ്കിലും പറയണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതാണ് ലുക്സ് അപ്പീലിംഗ്ലി ഫ്രം വൺ ഫേസ് ടു അനദർ. ഓരോ മുഖത്തേക്കും ദയനീയമായിട്ട് അദ്ദേഹം നോക്കുന്നു. പക്ഷേ ദേ ആർ അവേർട്ടഡ്. അവേർട്ടഡ് മീൻസ് ടേൺഡ് അവേ. അതായത് ആരും മുഖം കൊടുക്കുന്നില്ല, ആരും അദ്ദേഹത്തിൻ്റെ നേരെ നോക്കുന്നില്ല. യു വാണ്ട് മീ ടു ടേക്ക് ദിസ് മണി? ഞാൻ ഈ പൈസ സ്വീകരിക്കണമെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്? ദർ ഇസ് നോ ആൻസർ. സേ യെസ്, വൺ ഓഫ് യു. ആരെങ്കിലും ഒരാളെങ്കിലും യെസ് എന്ന് പറ. സ്റ്റിൽ നോ ആൻസർ. ആരും മറുപടി പറയുന്നില്ല. ഓർ നോ. ലോങ് പോസ്. അപ്പോൾ ഒന്നെങ്കിൽ യെസ് പറ അല്ലെങ്കിൽ നോ പറ. ആരും തെളിച്ചത് പറയുന്നില്ല. ഐ കുഡൻറ്റ് ഗോ ഇൻ ടു പാർട്ട്ണർഷിപ്പ് വിത്ത് ഗ്രഷാം. എന്തായാലും എനിക്കിപ്പോൾ ഗ്രഷാമുമായിട്ടൊരു പാർട്ട്ണർഷിപ്പിലേക്ക് പോകാനൊന്നും പറ്റില്ല. മാർത്ത, വൈ നോട്ട്? ബോൾവിൻ, പീപ്പിൾ വുഡൻ ട്രസ്റ്റ് ഹിം. ആളുകൾക്ക് അദ്ദേഹത്തിൽ വിശ്വാസം ഉണ്ടാവില്ല.
John. Then you could go into business with someone else, Dad. 100,000 is a lot of money. അങ്ങെങ്കിൽ വേറെ ആരെങ്കിലും ആയിട്ട് ബിസിനസ് ചെയ്യുക. എന്തായാലും ഇതൊരു വലിയ എമൗണ്ട് അല്ലേ. Baldwin walks to the window, looks out. God knows I never thought this day would come. I know no matter how you try to excuse it, I know that if I take this money, I do a dishonorable thing. And you know it. You and you and you, all of you. Come, admit it. അപ്പോൾ ഇങ്ങനെയൊരു ദിവസം വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല എന്ന് ദൈവത്തിനറിയാം. എന്നാൽ ഇത് ഏതൊക്കെ വിധത്തിൽ ഇതിനൊരു എക്സ്ക്യൂസ് കണ്ടെത്തിയാൻ ശ്രമിച്ചാലും ഞാൻ ഈ പൈസ സ്വീകരിച്ചാൽ ഞാൻ വളരെ നിന്ദ്യമായ ഒരു കാര്യമായിരിക്കും ചെയ്യുന്നത്. ഐ നോ ദറ്റ് ഇഫ് ഐ ടേക്ക് ദിസ് മണി ഐ ഡു എ ഡിസോണറബിൾ തിങ്. നിങ്ങൾക്കും അത് അറിയാം. എന്നിട്ട് ഓരോരുത്തരുടെയും മുഖത്ത് നോക്കി നിനക്കും എന്നൊക്കെ പറയാൻ നിങ്ങളതൊന്ന് സമ്മതിക്കുക. ഇത് ചെയ്യുന്നത് ഒരു നിന്ദ്യമായ കാര്യമാണെന്ന കാര്യം ഒന്ന് സമ്മതിക്കുക. അഡ്മിറ്റ് ഇറ്റ്. ജോൺ റെസൊല്യൂട്ട്ലി. Nobody will ever hear of it. ആരും ഇത് അറിയാൻ പോകുന്നില്ല. Baldwin. But amongst ourselves, John, whatever we are to the world, let us be honest with each other, the four of us. പക്ഷേ നമ്മുടെ ഇടയിലെ കാര്യമോ ലോകത്തിൻ്റെ മുമ്പാകെ നമ്മൾ എന്തോ ആവട്ടെ, പക്ഷേ നമ്മളുടെ ഇടയിൽ കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണ്ടേ. ലെറ്റ് us be honest with each other. Well, his glance travels from John to Evie, whose head is bowed, from her to his wife, who is apparently busy with her knitting. അപ്പോൾ ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ നോട്ടമെന്നാണ്. അദ്ദേഹം ആദ്യം ജോണിനെയാണ് നോക്കി സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ എവിയിലേക്ക് തിരിയുന്നു. എവിയുടെ തല കുനിഞ്ഞാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭാര്യയെ നോക്കുന്നു. ഭാര്യയും ഇപ്പോൾ മുഖം കൊടുക്കാതെ പുള്ളിക്കാരത്തി നിറ്റിങ്ങിൻ്റെ തിരക്കിലാണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഹി റൈസസ് മാർത്തസ് ഹെഡ്, ലുക്സ് ഇൻ ടു ഹർ ഐസ്, ഹി ഷഡേഴ്സ്. പോയി ചെന്നിട്ട് ഭാര്യയുടെ താടിക്ക് പിടിച്ച് ആ മുഖം അങ്ങോട്ട് ഉയർത്തി എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഹി ഷഡേഴ്സ് എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്നു. ഷാംസ്, ലയേഴ്സ്, ഹിപ്പോക്രൈറ്റ്സ്, thieves, and I know better than any of you. We have seen our souls naked and they stink to Almighty Heaven. Well, why don't you answer me? Shams means fake എന്നാണ് അർത്ഥം. ലയേഴ്സ് നുണയന്മാർ, ഹിപ്പോക്രിറ്റ്സ് കാപട്യം കാണിക്കുന്നവർ, തീവ്സ് കള്ളന്മാർ. ഞാനും ഒരു വിധത്തിലും നിങ്ങളെക്കാൾ മികച്ചവനല്ല. ആൻഡ് ഐ നോ ബെറ്റർ ദാൻ എനി ഓഫ് യു. വി ഹാവ് സീൻ അവർ സോൾസ് നേക്കഡ്. നമ്മളൊക്കെ നമ്മുടെ ആത്മാക്കളെ നഗ്നമായി കണ്ടിരിക്കുന്നു, അതിൻ്റെ തനി നിറം കണ്ടിരിക്കുന്നു. ആൻഡ് ദേ സ്റ്റിങ്ക് ടു ഓൾമൈറ്റി ഹെവൻ. ദൈവം മുമ്പാകെ അതിനൊക്കെ നാറ്റം വെച്ചിരിക്കുന്നു. ഇതിന് നമ്മുടെ ആത്മാവിന്, നമ്മുടെ ഉള്ളിൽ നാറ്റം വെച്ചിരിക്കുന്നു. വെൽ, വൈ ഡോണ്ട് യു ആൻസർ മീ? നിങ്ങളൊക്കെ എന്തെങ്കിലും മറുപടി പറയൂ. മക്കിത ഫീബ്ലി. മക്കിത എന്ന് പറയുന്നത് മാർത്ത തന്നെ ആവണം. മാർത്ത തന്നെയാണ്. വളരെ ഫീബിളായിട്ട് അവൾ പറയുന്നു, ഇറ്റ്സ് നോട്ട് റോങ് റോബർട്ട്. ഇത് തെറ്റല്ല റോബർട്ട്. ബാൾവിൻ, ഇറ്റ്സ് നോട്ട് റൈറ്റ്. പക്ഷേ ഇത് ശരിയുമല്ല. ജോൺ ഫേസിങ് ഹിം സ്റ്റെഡിലി. 100,000 is a lot of money, Dad. ജോൺ ഇപ്പോഴും ആ പൈസയുടെ വലിപ്പത്തിലാണ് ശ്രദ്ധ. ബോൾവിൻ നോഡിങ് സ്ലോലി. യു ക്യാൻ ലുക്ക് ഇൻ ടു മൈ ഐസ് നൗ മൈ സൺ, കാണ്ട് യു? ഇപ്പം നിനക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നുണ്ടല്ലേ? ജോൺ വിതൗട്ട് മൂവിങ്. ഡാഡ്, why did you refuse? Wasn't it because you were afraid of what we would say? ജോൺ ഇപ്പോൾ വളരെ ധൈര്യത്തോടുകൂടി സംസാരിക്കുകയാണ്. അച്ഛൻ എന്തിനാ പൈസ വേണ്ടെന്ന് വെച്ചത്? വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് അച്ഛൻ നോ പറഞ്ഞത്? ഞങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തിട്ടല്ലേ? wasn't it because you were afraid of what we would say? ബോൾവിൻ ആഫ്റ്റർ എ ലോങ് പോസ്. അത് കേട്ടപ്പോൾ അദ്ദേഹം ഒന്ന് ചിന്തിച്ചു. കുറച്ച് നേരം മിണ്ടാതിരുന്നിട്ട് യെസ് ജോൺ, സമ്മതിച്ചു. ജോൺ, വെൽ, nobody will ever know it. എന്നാലിപ്പോൾ ഇത് ആരും അറിയാൻ പോകുന്നില്ല. ബോൾവിൻ, എക്സെപ്റ്റ് ദ ഫോർ ഓഫ് us. അതെ, നമ്മൾ 4 പേരൊഴികെ ആരും അറിയാൻ പോകുന്നില്ല. ജോൺ,
Yes, Father. John looks out and says, John, someone is coming. Martha raising her head. Who is it? John, I can't see. With sudden apprehension. പെട്ടെന്ന് ആളെ തിരിച്ചറിഞ്ഞുകൊണ്ട്. ഇറ്റ് ലുക്സ് ലൈക്ക് മാർഷൽ. മാർഷൽ എന്ന കഥാപാത്രത്തിൻ്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അദ്ദേഹം വലിയൊരു ബാങ്കിൻ്റെ മേലധികാരിയാണ് എന്ന് പറഞ്ഞിരുന്നു. ബോൾവിൻ, മാർഷൽ? The doorbell rings. They are motionless as a maid enters at one side and goes out the other. The maid re-enters. അപ്പോൾ ആരാണ് വന്നിരിക്കുന്നത് നോക്കാനായിട്ട് വീട്ടിലെ സെർവൻ്റ് അങ്ങോട്ടേക്ക് പോയി തിരിച്ചു വരുന്നു. ദ മെയ്ഡ്, ജെന്റിൽമാൻ ടു സീ യു സർ. ഒരാൾ താങ്കളെ കാണാൻ വന്നിരിക്കുന്നു. ബോൾവിൻ, പുള്ളിങ് ഹിംസെൽഫ് ടുഗെദർ. ഹൂ, മീ? മെയ്ഡ്, യെസ് സർ. ഷീ ഹാൻഡ്സ് ഹിം എ കാർഡ് ഓൺ എ സാൽവ. ഒരു ചെറിയ പ്ലേറ്റിൽ ഒരു കാർഡ് പുള്ളിക്കരുത്തി അദ്ദേഹത്തെ കാണിക്കുന്നു. ബോൾവിൻ, ഇറ്റ് ഈസ് മാർഷൽ. കാർഡ് നോക്കിയിട്ട് അദ്ദേഹം പറയാണ് മാർഷലാണ് വന്നിരിക്കുന്നത്. മാർത്ത, ദ പ്രസിഡൻറ്റ് ഓഫ് ദ തേർഡ് നാഷണൽ. അപ്പോൾ തേർഡ് നാഷണൽ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു അറിയപ്പെടുന്ന വലിയ ബാങ്കാണ്. അപ്പോൾ അതിൻ്റെ പ്രസിഡൻ്റാണ് ഈ മാർഷൽ എന്ന് വിളിക്കുന്ന വ്യക്തി. ബോൾവിൻ, യെസ്, വാട്ട് ഇസ് ഹീ വോണ്ട് ഹിയർ? അയ്യോ, അദ്ദേഹത്തിന് നമ്മുടെ അടുത്ത് എന്താ കാര്യം? ദ മെയ്ഡ്, ഷാൽ ഐ ഷോ ഹിം ഇൻ സർ? അതേക്ക് വിളിക്കട്ടെ സർ? യെസ് യെസ്, ബൈ ഓൾ മീൻസ് വിളിച്ചോളൂ. മാർത്ത, ക്രോസിംഗ് ടു ഹിം ക്വിക്ക്ലി. Robert, be careful of what you say. You have to go on the stand tomorrow. അപ്പോൾ മാർത്ത ഭർത്താവിനോട് പറയുകയാണ്, വളരെ സൂക്ഷിച്ചൊക്കെ സംസാരിച്ചോളണം, നാളെ കോടതിയിൽ സാക്ഷി പറയാനുള്ളതാണ്. ബോൾവിൻ നെർവസ്ലി, യെസ് യെസ്, ഐ ലുക്ക് ഔട്ട്. ഓ, ഞാൻ സൂക്ഷിച്ചോളാം. ദ മെയ്ഡ് റീഎൻറ്റേഴ്സ് ഓപ്പണിംഗ് ദ ഡോർ ഫോർ മാർഷൽ. ഇപ്പോൾ മാർഷലിന് വേണ്ടിയിട്ട് വാതിൽ തുറന്നു കൊടുക്കുന്നു. മാർഷൽ കമ്മിങ് ഇൻ ടു ദ റൂം വെരി ബോയൻ്റ്ലി മീൻസ് എനർജറ്റിക്കലി, വളരെ ഊർജ്ജസ്വലനായിട്ട് അദ്ദേഹം അകത്തേക്ക് കടന്നു വരുന്നു. വെൽ സ്പെൻഡിങ് ദി ആഫ്റ്റർനൂൺ ഇൻഡോർസ്. ഹൗ ആർ യു മിസ്സസ് ബോൾവിൻ? ഹി ഷേക്സ് ഹാൻഡ്സ് കോർഡിയലി. ആൻഡ് യു ബോൾവിൻ? അപ്പോൾ അദ്ദേഹം വളരെ ഉത്സാഹത്തോടു കൂടി സംസാരിക്കുകയാണ്. എന്താ എല്ലാവരും ഈ വൈകുന്നേര സമയം അകത്തിരിക്കുന്നത്? പിന്നെ എല്ലാവരുടെയും ക്ഷേമമൊക്കെ അന്വേഷിക്കുന്നു. മാർത്ത, വി വർ ജസ്റ്റ് ഗോയിങ് ഔട്ട്, കം മേ ബി. ഞങ്ങളിത് പോകാൻ പോവുമായിരുന്നു. മാർഷൽ, ഓ, യു നീഡ് ഇൻ ഗോ ഓൺ മൈ അക്കൗണ്ട്. ഞാൻ വന്നു എന്ന കാരണത്തിൽ നിങ്ങൾ പോകേണ്ടതില്ല. യു ക്യാൻ ഹിയർ വാട്ട് ഐ ഹാവ് ടു സേ. എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കൊക്കെ കേൾക്കാം. ഹി ടേൺസ് ടു ദ ഹെഡ് ഓഫ് ദ ഫാമിലി. കുടുംബനാഥൻ്റെ നേരെ തിരിഞ്ഞ്, ബോൾവിൻ, if you feel like coming around to the third national sometime this week, you will find a position waiting for you. അപ്പോൾ ഈ ആഴ്ച എപ്പോഴെങ്കിലും തേർഡ് നാഷണലിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ താങ്കൾക്ക് അവിടെ ഒരു ജോലി റെഡി ആയിരിക്കും. യു വിൽ ഫൈൻഡ് എ പൊസിഷൻ വെയിറ്റിംഗ് ഫോർ യു. പൊസിഷൻ മീൻസ് എ പ്ലേസ്മെൻറ്റ്, ജോബ്. ബോൾവിൻ തണ്ടർസ്ട്രക്ക്, വലിയ ഞെട്ടലോടെ, ഷോക്കായിട്ട്, ഡു യു മീൻ ദാറ്റ് മിസ്റ്റർ മാർഷൽ? താങ്കൾ കാര്യമായിട്ടാണോ ഈ പറയുന്നത്? മാർഷൽ സ്മൈലിംഗ്, ഐ വുഡൻറ്റ് സേ ഇറ്റ് ഇഫ് ഐ ഡിഡൻറ്റ്. കാര്യമായിട്ടല്ലായിരുന്നെങ്കിൽ ഞാൻ പറയുമായിരുന്നില്ല. ഹി കണ്ടിന്യൂസ് മോർ സീരിയസ്ലി, ഐ വാസ് ഇൻ ടു സീ ഗ്രഷാം ദിസ് ആഫ്റ്റർനൂൺ. ഉച്ചകഴിഞ്ഞ് ഞാൻ ഗ്രഷാമിനെ കാണാൻ പോയിരുന്നു. ഹി ടോൾഡ് മീ അബൌട്ട് ദി ഓഫർ ഹി ഹാഡ് മെയ്ഡ് യു. അദ്ദേഹം താങ്കൾക്ക് പൈസ വാഗ്ദാനം ചെയ്ത കാര്യമൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. ബട്ട് ഹി ന്യൂ ദാറ്റ് നോ എമൗണ്ട് ഓഫ് മണി വുഡ് മേക്ക് യു ഡു സംതിങ് യു തോട്ട് വർ റോങ്. അപ്പോൾ പക്ഷേ അദ്ദേഹം എന്നോടൊരു കാര്യം കൂടെ പറഞ്ഞു. അതായത് തെറ്റാണെന്ന് താങ്കൾക്ക് അറിയാവുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് എത്ര വലിയ എമൗണ്ട് കൊടുത്താലും താങ്കൾ അതിന് വഴങ്ങില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. ബോൾവിൻ, ഹി പെയ്ഡ് യു ദ സുപ്രീം കോംപ്ലിമെൻറ്റ്. അദ്ദേഹം താങ്കളുടെ മേൽ ചൊരിഞ്ഞത് ഏറ്റവും ഉയർന്ന പ്രശംസയാണ് കേട്ടോ. റാദർ ദൻ ഗോ ടു ട്രയൽ വിത്ത് യു ടു ടെസ്റ്റിഫൈ അഗെയിൻസ്റ്റ് ഹിം, ഹി കൺഫെസ്ഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ കോടതിയിൽ താങ്കൾ അദ്ദേഹത്തിനെതിരെ സാക്ഷി പറയുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനായിട്ട് അദ്ദേഹം കുറ്റമെല്ലാം ഏറ്റുപറഞ്ഞു. ഹി കൺഫെസ്ഡ്, കുറ്റമേറ്റു പറഞ്ഞു.
Baldwin sinking into the chair. Confessed? ബോൾബിന് വളരെ ആശ്ചര്യം തോന്നി. കുറ്റമേറ്റു പറഞ്ഞെന്നോ? മാർഷൽ told the whole story. He turns to Martha. അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തി എന്നാണ് മാർഷൽ പറയുന്നത്. told the whole story. ഇപ്പോൾ മാർത്തയോട് ഈ മാർഷൽ പറയുകയാണ്, I can only say to you what every man will be saying tomorrow. How highly I honor and respect your husband. How sincerely. അപ്പോൾ നാളെ എല്ലാവരും താങ്കളോട് പറയാൻ സാധ്യതയുള്ളൊരു കാര്യം മാത്രമാണ് എനിക്കിപ്പോൾ താങ്കളോട് പറയാനുള്ളത്. ആരോടായി പറയുന്നത്? മാർത്തയോടാണ് പറയുന്നത്. എന്താണത്? ഹൗ ഹൈലി ഐ ഓണർ ആൻഡ് റെസ്പെക്റ്റ് യുവർ ഹസ്ബൻഡ്. താങ്കളുടെ ഹസ്ബൻഡിനെ ഞാൻ എത്രയധികം ആദരിക്കുന്നു എന്നോ. ഇതൊക്കെ മാർത്തയും ഇത് കേട്ട് വളരെ വികാരഭരിതയായി. സീസിങ് ഹിസ് ഹാൻഡ് പിറ്റിയസ്ലി, വളരെ പോയി അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചിട്ട്, പ്ലീസ് കാൻ't you see he is crying. നോക്ക്, അദ്ദേഹം കരയുന്നത് കാണുന്നില്ലേ? ആര്? ബോൾവിൻ അല്ലേ? ബോൾവിൻ കരയുന്നത് കാണുന്നില്ലേ? That's the end of it. Before I wind up the video, I shall briefly discuss 3 things we can learn from the play. Number 1, it is not easy to remain truthful in today's world. Being truthful is good, but it is not easy to remain so always. Baldwin is an honest man. He said that he wished to go to his grave clean. But when his family wanted him to accept the bribe money, it turned out to be a hard test for him. അദ്ദേഹത്തിന് അതൊരു വലിയൊരു പരിശോധനയായി തീർന്നു. At one point, he even thought of taking that money. He said he couldn't go into partnership with Gresham because people wouldn't trust him. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? That meant that he seriously considered yielding to the wishes of his family. കുടുംബത്തിൻ്റെ ആ ഒരു താല്പര്യത്തിന് വഴങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു എന്നാണ് നമുക്കവിടെ കിട്ടുന്ന ഒരു സൂചന. But he knew clearly that if he took that money, he would be doing a dishonorable thing. As we read in the introduction to the story, this man had to struggle to keep to his truthful ways. ഒന്ന് ആലോചിച്ച് നോക്കുകയേ, അനുദിന ജീവിതത്തിൽ നാം ഒക്കെ നേരിടുന്ന ഒരു കാര്യമല്ലേ ഈ സ്ട്രഗിൾ? നിങ്ങൾക്ക് സത്യസന്ധയായിരിക്കണം അല്ലെങ്കിൽ സത്യസന്ധനായിരിക്കണം എന്ന ആഗ്രഹമുണ്ടായിരിക്കും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അതത്ര എളുപ്പമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ നിലപാടിനെ പ്രതി കൂട്ടുകാർ കളിയാക്കിയെന്നും വരാം. Now the second thing we learn from the play is the corrupting influence of money on people. At the start of the play, we see Martha, John, and Abby as people who are proud of their family head on account of his truthful ways of living. They all wanted Gresham to be punished for his wrongdoing. But the moment they learn of the offer of $100,000, their attitude changes. They begin to look for reasons to prove that accepting that offer would not be a bad thing. ഇത് നമ്മയെല്ലാം ബാധിക്കാവുന്നൊരു പ്രശ്നമല്ലേ? ചെറിയൊരു നുണ പറഞ്ഞാൽ വലിയൊരു നേട്ടമുണ്ടാകുമെന്ന് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സ്കൂളിൽ പരീക്ഷ നടക്കുന്നു. അടുത്തിരിക്കുന്ന ആളുടെ പേപ്പറിൽ നോക്കി എഴുതിയാൽ നിങ്ങൾ പരീക്ഷ ജയിക്കും. സത്യസന്ധമായി എഴുതിയാൽ ജയിക്കുമോ എന്ന് ഉറപ്പില്ല. എന്തു ചെയ്യും നിങ്ങൾ? Number 3. The third point is truth will prevail in the end. At the end of the play, we see that Baldwin is rewarded for his honesty. He got a better job than the previous one. നുണകൾക്ക് അധികം ആയുസ്സില്ല. സത്യമായിരിക്കും നിലനിൽക്കുക. സത്യസന്ധമായ നിലപാടുകൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ പ്രതിഫലം ലഭിക്കും.